സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ വീണ്ടും സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുടെ പാർലമെന്റിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു സന്ദർശനം. ഇത് മൂന്നാം തവണയാണ് സുരേഷ് ഗോപി ആശാപ്രവർത്തകരെ കണ്ടത്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുടെയും പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കഴിഞ്ഞ തവണ സമരപന്തലിലെത്തിയ സുരേഷ് ഗോപി സമരക്കാരെ അറിയിച്ചിരുന്നു. ആശാവർക്കർമാരുടെ വേതന വർധനവ് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് ജെ.പി. നദ്ദ ഇന്നലെ രാജ്യസഭയെ അറിയിച്ചതിന് പിന്നാലെയാണ് രാത്രി സുരേഷ് ഗോപി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി സമരക്കാരെ കണ്ടത്. മന്ത്രിമാരായ വീണ ജോർജും വി ശിവൻകുട്ടിയും വിചാരിച്ചാൽ ആശാവർക്കർമാരെ തൊഴിലാളികളുടെ വിഭാഗത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് സമരക്കാരോട് സുരേഷ് ഗോപി പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിനുള്ള മറുപടി ഇങ്ങനെ: സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളെ മാറ്റിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. പൊങ്കാല ദിവസം വീണ്ടും കാണാമെന്ന് ആശാവർക്കർമാരോട് പറഞ്ഞാണ് സുരേഷ് ഗോപി മടങ്ങിയത്. 100 പേർക്ക് പൊങ്കാലയിടാനുള്ള അരിയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒപ്പം സംസ്ഥാന ആരോഗ്യമന്ത്രിയെ ട്രോളാനും മറന്നില്ല. ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും. ക്ഷമിച്ചേക്കൂ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.